ഇത് മാസ് മോട്ടോഴ്സ് ഇതാണ് ഹോണ്ട ആക്റ്റീവ 5G വണ്ടി നമ്മളെ അതിന്റെ ഗിയർ ബോക്സിന്റെ ഓയിൽ സീൽ ലീക്ക് ആയിട്ട് നമ്മളത് റിപ്പയർ ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. ഇപ്പൊ നിലവില് ഗിയർ ബോക്സിന്റെ ബാക്ക് വീലിന്റെ ഭാഗത്താണ് ലീക്കേജ് കാണിച്ചത്. പക്ഷെ അത് നമ്മൾ ക്ലിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഗിയർ ബോക്സ് ഫുൾ ആയിട്ട് നമ്മൾ അയച്ചിറക്കണം. ആ ഗിയർ ട്രാൻസ്മിഷൻ ഫുൾ സെറ്റ് അയക്കണം. അതിന്റെ ഏറ്റവും ഉള്ളിലാണ് ഈ ഭാഗത്തായിട്ടാണ് അതിന്റെ ഓയിൽ സീൽ വരാം. ഇതാണ് അതിന്റെ ഓയിൽ സീൽ. നമ്മൾ അയക്കുന്ന കൂട്ടത്തിൽ കൂടെ ഓയിൽ സീലും ബെയറിങ്ങും കൂടി നമ്മൾ മാറ്റിയിടാണ്. കാരണം എന്താ വെച്ചാൽ ഓയിൽ പോയി കിടന്ന് ഓടുമ്പോൾ സ്വാഭാവികമായിട്ടും ഓയിൽ മയം ഉണ്ടാവും, പൊടി പിടിച്ചിട്ടുണ്ടാവും. സ്വാഭാവികമായിട്ടും ബെയറിങ് തുല്യ താമസിച്ചാണ്ട് പോകും. അപ്പൊ അതിന് വേണ്ടിയിട്ട് പിന്നീട് ഒരു അഴിക്കൽ പോസിബിൾ അല്ല. അപ്പൊ കൂട്ടത്തിൽ കൂടെ തന്നെ നമുക്ക് അതിന്റെ ഓയിൽ സീലും ബെയറിങ്ങും അതിനോടനുബന്ധിച്ച് തന്നെ ഗ്യാസ്കറ്റ് വരുന്നുണ്ട്, ബ്രീത്തർ പൈപ്പ്, ഗിയർ ഓയിൽ അടക്കം മാറ്റി നമ്മൾ റീസെറ്റ് ചെയ്യുന്നുണ്ട്. ഇത് നമുക്ക് ഒരല്പം ഇങ്ങനെ ബാക്ക് സൈഡ് ഫുള്ളായിട്ട് അഴിച്ചിറക്കി ചെയ്യുന്നതുകൊണ്ട് തന്നെ ഒരല്പം താമസം തന്നെ ഇറക്കാണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് ഡിലേ ആയിരിക്കുന്നത്. അപ്പൊ ഞാൻ അതിന്റെ ബാക്ക് ഗിയർ ബോക്സിന്റെ ഭാഗം അഴിച്ചപ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് അപ്ഡേറ്റ് ചെയ്തെന്നുള്ളൂ. നാളെ വൈകിട്ടത്തേക്ക് നമുക്ക് വണ്ടി വർക്ക് കംപ്ലീറ്റ് ചെയ്ത് വാട്ടർ സർവീസ് അടക്കം കഴിഞ്ഞ് എടുക്കാവുന്ന രീതിയിലേക്കാണ് നമ്മളിപ്പോൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ വിളിച്ചറിയിക്കാം. നമുക്ക് വേറെ ഒന്നും വരാനില്ല. ഇപ്പം നിലവിൽ ഇപ്പം ഗിയർ ബോക്സ് കൂടി കയറ്റണം, ക്ലച്ച് സൈഡ് കയറ്റണം. ബാക്കിയത്തെ വർക്കൊക്കെ ഏകദേശം ഒരുവിധം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പിന്നെ ക്ലച്ചൊക്കെ കയറ്റിയതിന് ശേഷം വണ്ടി വാട്ടർ സർവീസ് ചെയ്യുക, ബില്ലാക്കി ക്ലോസ് ചെയ്യുക. അതാണ് നമുക്കിനിയുള്ളത്. അപ്പം ഞാൻ അതിൻ്റെ ബാക്ക് ഗിയർ ബോക്സിൻ്റെ ഭാഗം അഴിച്ചപ്പോൾ ഡീറ്റെയിൽസ് ഒന്നും അപ്ഡേറ്റ് ചെയ്യുന്നുള്ളൂ. കാരണം നമ്മൾ നോക്കുമ്പോൾ ചെറിയൊരു ഓയിൽ ലീക്കാണ്. പക്ഷെ നമുക്ക് ആ ഓയിൽ സീൽ മാറ്റണമെങ്കിൽ തന്നെ നമുക്ക് അതിന് വേണ്ടി വരുന്ന സമയവും അതിൻ്റെ ബാക്കിയത്തെ അനുബന്ധ ചെലവുകളാണ്. ജസ്റ്റ് ഞാൻ അതിൻ്റെ ഏകദേശം ഒരു ഐഡിയ തന്നു. ഇതാണ് നിലവിലെ എൻ്റെ അവസ്ഥ. അപ്പം ഞാൻ ബാക്കിയത്തെ വർക്ക് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം വണ്ടി ബില്ലാക്കിയതിന് ശേഷം കോൺടാക്ട് ചെയ്യാം കേട്ടോ. ഓക്കെ.